ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബി ബി എക്ക് മാത്രമായിട്ടുള്ള ചാപ്റ്ററാണ് മാർജിനൽ കോസ്റ്റിംഗ് കേട്ടോ. മാർജിനൽ കോസ്റ്റിങ്ങിൽ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആദ്യം കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാമെന്ന് പഠിക്കാം കേട്ടോ. കോൺട്രിബ്യൂഷൻ കാണാൻ ഇക്വേഷൻസ് നന്നായി പഠിക്കണം, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ കോസ്റ്റ് വരും? ഫിക്സഡ് കോസ്റ്റ് വരും, പിന്നെ എന്ത് വരും? വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഒരു 3 രൂപയാന്ന് വിചാരിക്കുക, വേരിയബിൾ കോസ്റ്റ് ഒരു 2 രൂപ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായി? 5 രൂപ അല്ലേ? പ്രോഫിറ്റ് ഒരു 5 രൂപ, പ്രോഫിറ്റ് ഒരു 6 രൂപ കിടക്കട്ടെ. ടോട്ടൽ സെയിൽസ് എത്രയാണ് അപ്പോൾ? 6×5 11 രൂപ. ശരിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ കോസ്റ്റ് വേണം? വേരിയബിൾ കോസ്റ്റ് വേണം. അപ്പോൾ അതോട് കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട മൊത്തം കോസ്റ്റ് കിട്ടും. അപ്പോൾ 3 + 2 5 രൂപ. ഈ 5 രൂപയുടെ കൂടെ ഞാൻ ഒരു 6 രൂപ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട്, നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റിന് നമുക്ക് വിൽക്കാൻ പറ്റില്ല, ലാഭം വേണ്ടേ നമുക്ക്. അപ്പോൾ ഒരു 6 രൂപ പ്രോഫിറ്റും കൂടി കൂട്ടി ഞാൻ 11 രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിൽക്കണേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ സെയിൽസ് എത്രയാണ്? ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ സെയിൽസ് എത്രയാണ്? 11 2 കുറച്ചാൽ എത്രയാ? 9 കോൺട്രിബ്യൂഷൻ. ഈ 9 കിട്ടാൻ വേറെ വഴിയുണ്ടല്ലേ? ഈ പ്രോഫിറ്റിന്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് കൂട്ടി നോക്കി. 6 + 3 എത്രയാ? 9. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാമല്ലോ കോൺട്രിബ്യൂഷൻ. ശരിയല്ലേ? കണ്ടോ? അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാൻ ഇക്വേഷൻ പറഞ്ഞേ. 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചല്ലേ? എന്തൊക്കെയാ? എല്ലാവർക്കും സെറ്റായ കോൺട്രിബ്യൂഷൻ കാണാൻ ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അടുത്ത ബ്രേക്ക് ഇവൻ പോയിന്റ്. വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ്? എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് ഇവൻ ഇറ്റ്സ് എ പോയിന്റ് വേർ നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലേ? അതായത് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. അതായത് യൂണിറ്റിലും കാണാം, അത് എമൗണ്ടിലും കാണാം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഇത്ര യൂണിറ്റിന് വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അതാണ് യൂണിറ്റിൽ കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ? ഒരു കമ്പനി ഒരു 1000 ടേപ്പ് റെക്കോർഡർ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഒരു 1000 ടേപ്പ് റെക്കോർഡർ വിറ്റാൽ ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ യൂണിറ്റിലെ അളവ്, ആ യൂണിറ്റ്, ആ മെഷർമെൻറ്റ് കിട്ടാനാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് എമൗണ്ടിൽ കാണണമെങ്കിലോ? എമൗണ്ടിൽ, അതാണ് എപ്പോഴും എക്സാമിന് വരാറ്. എമൗണ്ടിൽ കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്, ഓർ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എമൗണ്ടിൽ കാണുന്ന 2 ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 2 ഇക്വേഷൻ എന്തിനാണ് പഠിക്കുന്നത് സാറേ? ഒരു ഇക്വേഷൻ പഠിച്ചാൽ പോരെ? പക്ഷേ അല്ല, രണ്ടും പഠിക്കണം. ചില സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക, ചില സിറ്റുവേഷനിലോ സെക്കൻഡ് ഇക്വേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് എമൗണ്ടിൽ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് ഓർ ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. യെസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എമൗണ്ടിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിക്സഡ് കോസ്റ്റ് 60,000. ഫിക്സഡ് കോസ്റ്റ് എത്ര രൂപയാണ്? 60,000 രൂപ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, ഇവിടെ പെർ യൂണിറ്റ് തന്നേക്കണേ കേട്ടോ, 15 രൂപ. വേരിയബിൾ കോസ്റ്റ് 10 രൂപ എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് അറിയാം അത് പെർ യൂണിറ്റ് ആണ്, ചെറിയ എമൗണ്ട് അല്ലേ തന്നേക്കണേ. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഔട്ട്പുട്ടിൽ കാണാനാണ് പറഞ്ഞത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചേക്കണേ, യൂണിറ്റ് ആണോ എമൗണ്ട് ആണോ? യൂണിറ്റ്. ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ യൂണിറ്റ് നടത്താം. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാൻ ഇക്വേഷൻ പറഞ്ഞേ. ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 60,000 എന്നറിയാം. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ? എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് പറയുന്നതാണ് സെയിൽസ്, 15 രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് 10 രൂപ. അപ്പോൾ 15-ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് കിട്ടിയല്ലോ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാ? 5. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാൻ എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റിനെ ഈ കിട്ടിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് 60,000 അല്ലേ? അപ്പോൾ 60,000/5 12,000 യൂണിറ്റ്. അതിനർത്ഥം എന്താണെന്നറിയോ? 12,000 യൂണിറ്റ് നമ്മൾ കമ്പനി വിറ്റാൽ കമ്പനിക്ക് എന്ത് കിട്ടൂല? ലാഭവും കിട്ടൂല,
നഷ്ടം ഉണ്ടാവില്ല. നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് കോസ്റ്റ് 60,000, സെയിൽസ് 4 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 3 ലക്ഷം, ഫൈൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് ആണല്ലോ ഇക്വേഷൻ പറഞ്ഞ എമൗണ്ട്. സെയിൽസ് എന്ന് ചോദിച്ചാൽ എമൗണ്ടിലാണ്. ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. സെയിൽസ് നമുക്കറിയാം 4 lakh ആണ്. ഫിക്സഡ് കോസ്റ്റ് 60,000. കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല. കോൺട്രിബ്യൂഷൻ കാണുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ. സെയിൽസ് 4 ലക്ഷമാണ്, വേരിയബിൾ കോസ്റ്റ് 3 ലക്ഷം. അപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ചാൽ 1 ലക്ഷം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഫിക്സഡ് കോസ്റ്റ് 60,000 അല്ലേ? അപ്പോൾ 60,000 ബൈ 1 ലക്ഷം ഇൻറ്റു സെയിൽസ് 4 ലക്ഷം. നമുക്ക് ആൻസർ 2,40,000. അതിനർത്ഥം എന്താണെന്നറിയോ? 2,40,000 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എന്തുണ്ടാവില്ല? പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. സെറ്റല്ലേ? നെക്സ്റ്റ് ഇക്വേഷനോട്ട് പോകാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺട്രിബ്യൂഷൻ കാണാൻ പഠിച്ചു, ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാൻ പഠിച്ചു, ബ്രേക്ക് ഇവൻ പോയിന്റ് എമൗണ്ടിൽ കാണാൻ പഠിച്ചു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഇക്വേഷനാണ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. എന്നതിൻ്റെ അർത്ഥം ഒരു ഡിസൈഡ് പ്രോഫിറ്റ് ഒരു ഇത്ര രൂപ തരും ക്വസ്റ്റ്യനിൽ. ഒരു 50,000 രൂപ ലാഭം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ലേ? മനസ്സിലായോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? 50,000 രൂപ ലാഭം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അങ്ങനെയും അതന്നെ, അങ്ങനെയും ചോദിക്കാം, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. 50,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് വിൽക്കണം? അങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് യൂണിറ്റിലും കണ്ടുപിടിക്കാം, എമൗണ്ടിലും കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കാണാം. യൂണിറ്റിലാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50,000 ഇട്ട് കൊടുക്കുക. എത്ര പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത് ക്വസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അത് പ്ലസ് ഇടുക ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. യൂണിറ്റിലാണെങ്കിൽ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ അടിയിലിടാം. ഇനി എമൗണ്ടിലാണെങ്കിലോ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ. നമ്മുടെ സെയിം ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ഇക്വേഷൻ ഇല്ലേ മക്കളെ? അത് തന്നെ. അതിന്റെ കൂടെ മുകളിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. പഠിക്കാൻ സിമ്പിൾ ആയില്ലേ? ബ്രേക്ക് ഇവൻ പോയിന്റ് ഇക്വേഷൻ എന്താണോ അതിനോടൊപ്പം ഡിസൈഡ് പ്രോഫിറ്റ് ന്യൂമറേറ്ററിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ വേറൊരു ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ? ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ അല്ലേ? അത് വെച്ച് ചെയ്യണമെങ്കിലോ അവിടെയും അതുപോലെ തന്നെ ഡിസൈഡ് പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി? മുകളിൽ ആഡ് ചെയ്താൽ മതി. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ് 50 രൂപ. VC വേരിയബിൾ കോസ്റ്റ് 40 രൂപ. ഫിക്സഡ് കോസ്റ്റ് 80,000. Calculate the number of units to be sold to earn a profit of rupees 1,20,000. എന്നതിന്റെ അർത്ഥം 1,20,000 ഉണ്ടാക്കാൻ എത്ര സെയിൽസ് നടത്തണം? എത്ര യൂണിറ്റ് വിൽക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഏതാ യൂണിറ്റിലുള്ള ഇക്വേഷൻ അപ്ലൈ? പ്രോഫിറ്റ് മാത്രമാണോ ഇത്ര എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്? യെസ്. 1,20,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് വിൽക്കണം? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പറയും. യൂണിറ്റ് ആയതുകൊണ്ട് ആ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണണം. കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 50 - 10 എന്ന് കിട്ടും നമുക്ക്. പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? 80,000. അപ്പോൾ 80,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എത്ര ലാഭം നമുക്ക് കിട്ടണ്ടേ? 1,20,000 ബൈ കോൺട്രിബ്യൂഷൻ പെർ ബൈ 10. അപ്പോൾ 80,000 1,20,000 കൂടി 2 ലക്ഷം. 2 ലക്ഷം ബൈ 10 20,000 യൂണിറ്റ്. അതിനർത്ഥം എന്താ? 20,000 യൂണിറ്റ് വിറ്റാലാണ് 1,20,000 രൂപ ലാഭം കിട്ടുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സെയിൽസ് ₹6 lakh, വേരിയബിൾ കോസ്റ്റ് 4,20,000, ഫിക്സഡ് കോസ്റ്റ് 1,20,000. കാൽക്കുലേറ്റ് ദ സെയിൽസ് വാല്യൂ കണ്ടോ? റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹90,000. അതിനർത്ഥം എന്താ? 90,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എമൗണ്ടിലാണ് യൂണിറ്റിലാണോ. എങ്ങനെയാണെന്നറിയോ? എമൗണ്ട് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റും സെയിൽസ് ഒക്കെ കണ്ടോ? ഫുൾ എമൗണ്ട് തന്നേക്കണേ. യൂണിറ്റിലാണെങ്കിൽ അതന്നെ, ചെറിയ സംഖ്യ ആണെങ്കിൽ അത് യൂണിറ്റ് നടത്താം. 50 രൂപ 40 രൂപ കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് 90,000 രൂപ ലാഭം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ ഇക്വേഷൻ അറിയാലോ. ഫിക്സഡ് കോസ്റ്റ് ബൈ പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആദ്യം കാണാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 6 ലക്ഷത്തിൽ നിന്നും 4,20,000 കുറച്ചാൽ 1,80,000. ഇക്വേഷനിൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1,20,000
പ്ലസ് ഡിസയേർഡ് പ്രോഫിറ്റ് 90,000 ബൈ 1,80,000 ഇൻറ്റു 6 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 7 ലക്ഷം. അതിനകത്ത് എന്താ 7 ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എത്ര കിട്ടും? 90,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയോ? Next topic is margin of safety. What is margin of safety? It is a difference between actual sales and break-even sales. കണ്ടോ, ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് ഒക്കെ എഴുതാം. 2 മാർക്കിന് വാട്ട് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? Break-even sales. It is a difference between actual sales and break-even sales. Break-even sales. അതായത് ആക്ച്വൽ സെയിലിൽ നിന്ന് പ്രസന്റ് സെയിലിൽ നിന്ന് ബ്രേക്ക്-ഇവൻ സെയിൽ കുറച്ചാൽ കിട്ടുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നാണ് അർത്ഥം. അത് കാണാൻ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മക്കളെ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. അവിടെയും PV റേഷ്യോ ആണ്. 2 ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. പ്രോഫിറ്റിലുണ്ടായ വ്യത്യാസം ഡിവൈഡഡ് ബൈ സെയിൽസിലുണ്ടായ വ്യത്യാസം ഇൻറ്റു 100. അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മളൊരു പ്രോബ്ലം ചെയ്തില്ല, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു? 2 വർഷത്തെ പ്രോഫിറ്റും 2 വർഷത്തെ സെയിലും തരും. എന്നിട്ട് PV റേഷ്യോ കണ്ട സാധനങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ PV റേഷ്യോ കാണാൻ പ്രോഫിറ്റിനുണ്ടായ വ്യത്യാസം ബൈ സെയിൽസിനുണ്ടായ വ്യത്യാസം ഇൻറ്റു 100 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് എല്ലാതും കൂടി ഉള്ളത് നോക്കി. സെയിൽസ് 1 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 30,000, ഫൈൻഡ് ഔട്ട് PV റേഷ്യോ. PV റേഷ്യോ ആണല്ലോ ഇക്വേഷൻ പറഞ്ഞേ. കോൺട്രിബ്യൂഷൻ പറഞ്ഞേ. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്തായാലും കാണണം. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് 1 ലക്ഷമാണ്. 1 ലക്ഷത്തിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 60,000 കുറച്ചാൽ 40,000. ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ 40,000 ബൈ സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ? 1 ലക്ഷം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 40% ഇടണം കേട്ടോ. കാരണം ഇൻറ്റു 100 ചെയ്യണ കാരണം PV റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൻസർ പെർസെൻറ്റേജിലായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എത്രയാ? 40%. ക്ലിയർ? ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ ഓർമ്മയുണ്ടോ? ബ്രേക്ക് ഇവൻ പോയിന്റ് 2 PV റേഷ്യോ അല്ലടാ, അത് ചെയ്തുകൂടെ? ഓൾറെഡി PV റേഷ്യോ നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ ഏറ്റവും നല്ലത് ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ ചെയ്യണതല്ലേ? കഷ്ടപ്പെട്ട് വേറെ വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ ചെയ്യാം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 30,000. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാര്യം ശ്രദ്ധിക്കണേ. 30,000 അടിച്ചിട്ട് ഡിവിഷൻ അടിക്കണം. എന്നിട്ട് 40 അടിച്ചിട്ട് പെർസെൻറ്റേജ് ചിഹ്നല്ലേ, അതിലടിച്ചാലേ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. 30,000 30,000 അടിക്കുക. ഇതിൽ ഡിവിഷൻ്റെ കീ ഇല്ലേ, അത് ഞെക്കിയിട്ട് 40 അടിച്ചിട്ട് ഓടിപ്പോൾ ഈക്വൽ ടു അടിക്കരുത്. 40 അടിച്ചിട്ട് പെർസെൻറ്റേജിൽ ഞെക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40/100 അല്ലേ? 0.4. അപ്പോൾ ഒന്നില്ലെങ്കിൽ 30,000/0.4 ചെയ്താലും കറക്റ്റാണ്. 75,000 കിട്ടും. അപ്പോൾ 75,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ എല്ലാവർക്കും? അടുത്ത സി ക്വസ്റ്റ്യൻ. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 20,000. 20,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണം? അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ PV റേഷ്യോ ചെയ്താൽ പോരെ? PV റേഷ്യോ ചെയ്യുന്നതിൽ എളുപ്പം. മറ്റൊരു ചെയ്യണമെങ്കിൽ ചെയ്തോട്ടോ. മറ്റോട് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും. ഏത് ഇക്വേഷൻ ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ PV റേഷ്യോ. അപ്പോൾ 30,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. ഡിസൈഡ് പ്രോഫിറ്റ് എത്ര രൂപ ലാഭം കിട്ടണമെന്ന് പറയണത്? 20,000. 20,000 ബൈ 40%. ഇവിടെയും 30,000 20,000 കൂട്ടുമ്പോൾ 50,000 കിട്ടും. 50,000 അടിച്ചിട്ട് ഡിവിഷൻ അടിച്ചിട്ട് 40 അടിക്കണം. എന്നിട്ട് പെർസെൻറ്റേജിൽ ഞെക്കണം. അപ്പോൾ നമുക്ക് 1,25,000. അതിനർത്ഥം 1,25,000 രൂപയ്ക്ക് വിറ്റാലേ നമുക്ക് 20,000 രൂപ ലാഭം കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി PV റേഷ്യോ കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 100. അത് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കി തരാം, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? ദ സെയിൽസ് ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ 2 പീരീഡ്. 2 പീരീഡ്സിലെ സെയിൽസും പ്രോഫിറ്റും തന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പീരീഡ് ചിലപ്പോൾ ഇയർ ആയിട്ട് തരും കേട്ടോ. ഫസ്റ്റ് പീരീഡിലെ സെയിൽസ് 20 ലക്ഷമാണ്. സെക്കൻഡ് പീരീഡിലെ സെയിൽസ് 30 ലക്ഷമാണ്. ഫസ്റ്റ് പീരീഡിലെ പ്രോഫിറ്റ് 2 ലക്ഷമാണ്. സെക്കൻഡ് പീരീഡിലെ പ്രോഫിറ്റ് എത്രയാണ്? 4 ലക്ഷമാണ്. കാൽക്കുലേറ്റ് PV റേഷ്യോ. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട PV റേഷ്യോ കാണാൻ?
profit by changing sales into 100. പ്രോഫിറ്റിനുണ്ടായ വ്യത്യാസം. പ്രോഫിറ്റ് ആദ്യം 2 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 4 അപ്പൊ എത്ര ചേഞ്ച്? മൈനസ് ചെയ്യാം. 4 2 കുറച്ചാൽ 2 ലക്ഷം. 2 ലക്ഷം ബൈ സെയിൽസോ 20 ലക്ഷം ആയിരുന്നു മുമ്പത്തെ സെയിൽ, ഇപ്പൊ 30 ലക്ഷമായി. അപ്പൊ എത്ര ചേഞ്ച്? 10 ലക്ഷം. അപ്പൊ 2 ലക്ഷം ബൈ 10 ലക്ഷം ഇൻറ്റു 100 ആയിരിക്കും 20% കിട്ടും പി വി റേഷ്യോ. ക്ലിയർ ആയോ? അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കി. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹5 lakh. 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പൊ ഏത് ഇക്വേഷനാ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. യെസ്. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക കേട്ടോ. ഇതിൽ ഡിസൈഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് അറിയാൻ ക്വസ്റ്റിനുണ്ട്. എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ. അതുപോലെ പി വി റേഷ്യോ ഇപ്പോൾ 20% കിട്ടി. ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം മക്കളെ. അത് കാണാൻ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്, പക്ഷെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് എസ്സേയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? പി വി റേഷ്യോ നമുക്ക് അറിയാലോ. പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്ര പി വി റേഷ്യോ? 20%. അപ്പോൾ പി വി റേഷ്യോ ഇസിക്കൽ 20% ആണ്. പി വി റേഷ്യോ കാണാൻ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ ഞാൻ പഠിച്ചു, 2 ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്, അതല്ലാതെ യെസ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ഇസിക്കൽ 20% ചെയ്തുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. എന്നിട്ട് കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, പക്ഷേ സെയിൽസ് അറിയാം. സെയിൽസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇയർ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഫസ്റ്റ് പീരീഡിലെ സെയിൽസ് ആണ്. ശ്രദ്ധിക്കണം, ഏതെടുക്കണേന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാനിപ്പോൾ എടുത്തേക്കണത് ഏത് പീരീഡിലെ സെയിലാ? ഈ ഫിക്സഡ് കോസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് പീരീഡിലെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചാലും സെക്കൻഡ് പീരീഡിലെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചാലും രണ്ട് സെയിം ആയിരിക്കില്ലേ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും അത്, അല്ലേ? എത്ര സെയിൽ വന്നാലും അത് ഫിക്സഡ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് പീരീഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. അപ്പോൾ സെയിൽസ് 20 ലക്ഷമാണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ കോൺട്രിബ്യൂഷൻ ബൈ 20 ലക്ഷം ഇൻറ്റു 100 ഈക്വൽ 20%. എന്നിട്ട് കോൺട്രിബ്യൂഷൻ അവിടെ നിർത്തിയിട്ട് 20 ലക്ഷത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 20% എത്രയാ? 4 ലക്ഷം. അപ്പോൾ കോൺട്രിബ്യൂഷൻ 4 ലക്ഷം കിട്ടിയോ മക്കളെ? ക്ലിയർ ആയോ അത് കിട്ടിയത്? ഇനി ശ്രദ്ധിക്കണം, കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ വേണ്ട ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ്. കാരണം എന്താ? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോൺട്രിബ്യൂഷൻ കാണാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടിയില്ല. എത്ര കിട്ടിയ കോൺട്രിബ്യൂഷൻ? 4 lakh. അപ്പോൾ 4 lakh ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അറിയില്ല, പ്ലസ് പ്രോഫിറ്റ് അറിയാം. എത്രയാ? ഇവിടെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ സെയിൽസ് നേരത്തെ ഫസ്റ്റ് പീരീഡിൽ 20 ലക്ഷം അല്ലേ സെയിൽസ് എടുത്തത്, അല്ലേ? ആ പീരീഡിൽ തന്നെ പ്രോഫിറ്റ് എടുക്കണം കേട്ടോ, മാറി എടുക്കരുത്. മാറി എടുത്താൽ നിങ്ങളുടെ തെറ്റിപ്പോവും. അപ്പോൾ ഫസ്റ്റ് പീരീഡിലെ പ്രോഫിറ്റ് എത്രയാ? 2 lakh. അതന്നെ എടുക്കണം, 4 ലക്ഷം എടുക്കരുത്. അപ്പം നമ്മൾ ആ പ്രോഫിറ്റിൻ്റെ അവിടെ 2 ലക്ഷം ഇട്ട് കൊടുക്കുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അവിടെ 2 ലക്ഷം. ഫിക്സഡ് കോസ്റ്റിന് അവിടെ നിർത്തുക. 2 ലക്ഷം ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറച്ചാൽ 2 lakhs. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. ക്ലിയർ? ഫിക്സഡ് കോസ്റ്റ് കിട്ടാൻ ഈ സ്റ്റെപ്പേ ഉള്ളൂ മക്കളെ. ഇത് നിങ്ങൾ അതുപോലെ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ കിട്ടൂല നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് 2 ലക്ഷം എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്. എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 2 ലക്ഷം പ്ലസ് എത്ര രൂപ പ്രോഫിറ്റ് വേണ്ട? എത്ര ഡിസൈഡ് പ്രോഫിറ്റാ? 5 ലക്ഷം. അപ്പോൾ 2 ലക്ഷം പ്ലസ് 5 ലക്ഷം ബൈ 20% അടിച്ചാൽ 35 ലക്ഷം. 35 ലക്ഷം രൂപയ്ക്ക് വിറ്റാലേ നമുക്ക് 5 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മക്കളെ, ഉത്തരം ശരിയാണ്. കാരണം എന്താണെന്ന് നോക്കി, 20 ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ 2 ലക്ഷം രൂപ ലാഭം, 30 ലക്ഷം രൂപയ്ക്ക് വിറ്റാലോ 4 ലക്ഷം രൂപ ലാഭം. അപ്പം എന്തായാലും 30-ന് മുകളിലായിരിക്കില്ലേ 5 ലക്ഷം ലാഭം, അല്ലേ? നമുക്ക് 35 നല്ല കിട്ടിയത് നമ്മുടെ ഉത്തരം ശരിയാണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് ഗ്രാഫിക് മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലപ്പോൾ ചോദിക്കും. ഗ്രാഫിക് മെത്തേഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. കോസ്റ്റും പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാൻ നമ്മളെ സഹായിക്കുന്നു. പ്രോഫിറ്റബിലിറ്റി, ഒരു പ്രൊഡക്റ്റിൻ്റെ ലാഭം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നു.
ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ 4 പോയിന്റ് അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. ഇനി എങ്ങനെ ചാർട്ട് വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്ട് എ ബ്രേക്ക് ഇവൻ ചാർട്ട്. സെയിൽസ് 7000 യൂണിറ്റ് ആണ്, 10 രൂപ ഈച്ച്. അപ്പോൾ ഒരു യൂണിറ്റിന് 10 രൂപയാണ്. ഫിക്സഡ് കോസ്റ്റ് 20,000, വേരിയബിൾ കോസ്റ്റ് 6 രൂപ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കാണണം, യൂണിറ്റിൽ കാണണം. യൂണിറ്റിലല്ലേ ഇവിടെ കാണാൻ പറ്റുള്ളൂ അല്ലേ, കാരണം യൂണിറ്റാണ് തന്നേക്കണത്. സെയിൽസ് 10 രൂപ, വേരിയബിൾ കോസ്റ്റ് 6 രൂപ. അപ്പോൾ യൂണിറ്റിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാൻ ലൊക്കേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെയാണ് കാണാം? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 10 രൂപയിൽ നിന്ന് 6 രൂപ കുറച്ചാൽ എത്രയാ വേരിയബിൾ കോസ്റ്റ്? 4 രൂപ. ഫിക്സഡ് കോസ്റ്റ് 20,000. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 5000 യൂണിറ്റ് കിട്ടും. അതിനർത്ഥം എന്താ? 5000 യൂണിറ്റ് വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. ഇനി എമൗണ്ട് കാണാൻ സിമ്പിളാണ്. ആ യൂണിറ്റ് ഇൻറ്റു സെയിൽ ചെയ്താൽ പോരെ. 5000 യൂണിറ്റ് നമ്മൾ വിൽക്കണേ, ഒരു യൂണിറ്റിന്റെ വില 10 രൂപയല്ലേ സെയിൽസ് അല്ലേ? അപ്പൊ 5000 ഇൻറ്റു 10 എത്രേ? 50,000. നമ്മൾ എന്ത് ചെയ്യുക? ചാർട്ട് വരയ്ക്കുക. ചാർട്ട് വരയ്ക്കുക ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ് ചാർട്ട് വരയ്ക്കുക, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒറിജിനിന്ന് എന്ത് ചെയ്യുക? ഒറിജിനിന്ന് സെയിൽസ് വരയ്ക്കുക. ഒറിജിനിന്ന് ഏത് ലൈനാ? ഇത് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റിൽ വന്നിട്ടുണ്ടല്ലോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 20,000. വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, 20,000 വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? ടോട്ടൽ കോസ്റ്റ് വരയ്ക്കാനായിട്ട്. കണ്ടോ, ഇവിടെ ഒരു കൂട്ടിമുട്ടിയ പോയിന്റ് ഇല്ലേ, അതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അതിന് നേരെ ഇവിടെ എമൗണ്ട് എഴുതുക. എത്ര എമൗണ്ട്? 50,000. അടിയിൽ യൂണിറ്റ് എഴുതുക. എത്ര യൂണിറ്റാ? 5000. ഇനി ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ കണ്ടോ? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി ഇവിടെ ഒരു ആംഗിൾ കണ്ടോ? ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസിഡൻസ്. 2 മാർക്കിന് ചോദിക്കും. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ദ ആംഗിൾ മേക്സ് ഇൻ ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ. മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2 മാർക്കിന് ചോദിച്ചാൽ ഈ ഫിഗർ അങ്ങോട്ട് വരച്ച് വെച്ചിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. സെറ്റ് സെന്റൻസ് ആക്കി എഴുതുമ്പോ അറിയാവുന്ന കാര്യം എഴുതണം. എന്ത്? ദ ആംഗിൾ മേക്സ് ഇൻ ബ്രേക്ക്. എടാ ഇത് വെറുതെ വരച്ച് വാല്യൂ ഒന്നും കൊടുക്കണ്ടെന്ന്, വെറുതെ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട്, മനസ്സിലായോ? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കണ്ടോ? അപ്പൊ ആ പേജ് അങ്ങോട്ട് ഉപയോഗിക്കാം. ഓക്കെ. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇതിനകത്ത് മാർജിൻ ഓഫ് സേഫ്റ്റി ചോദിച്ചിരുന്നുവെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരിക? പ്രസന്റ് സെയിൽ നമ്മൾ എത്ര യൂണിറ്റ് സെയിൽ ചെയ്തേക്കണേ? 7,000 ഇൻറ്റു 10 എത്ര? 7 ലക്ഷം അല്ലേ? അല്ല 70,000. അപ്പൊ 70,000 മൈനസ് 50,000 സെറ്റ് അല്ലേ? 20,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ക്ലിയർ അല്ലേ? പ്രസന്റ് സെയിൽസ്, ബ്രേക്ക് ഇവൻ സെയിൽസ്. ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? നമുക്ക് നെക്സ്റ്റ് BBAയുടെ ഏതാണ്? ഫ്ലെക്സിബിൾ ബജറ്റ് ആണ്. ഈ ഫ്ലെക്സിബിൾ ബജറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റ് നന്നായിട്ട് അറിയണം, എന്നാലേ ഫ്ലെക്സിബിൾ ബജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദി എക്സ്പെൻസസ് ബജറ്റഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് 10,000 യൂണിറ്റ്. അതായത് 10,000 യൂണിറ്റിൻ്റെ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. 10,000 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ എത്ര മെറ്റീരിയൽ കോസ്റ്റ് വേണം? ഒരു യൂണിറ്റിന് എത്ര രൂപ വേണം? 70 രൂപ. ലേബർ 25 രൂപ. വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ് 20 രൂപ. ഫിക്സഡ് ഓവർ ഹെഡ് 10 രൂപ. വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 5 രൂപ. സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതിൽ 15 രൂപയാണ് ടോട്ടൽ, അതിൽ 20% എന്താ? ഫിക്സഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഉണ്ട്, അതിൽ 10 രൂപയാണ് ടോട്ടൽ, അതിൽ 10% ഫിക്സഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ട്, അതിൽ 5 രൂപയാണ്, അതിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അത് ഫിക്സഡ് നടത്തും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന പോലെ 10,000 യൂണിറ്റിൻ്റെ അടുത്ത് എഴുതാം. പെർ യൂണിറ്റ് വേണം, എമൗണ്ട് വേണം. നമ്മളോട് കാണാൻ പറഞ്ഞേക്കണേ എത്ര യൂണിറ്റിൻ്റെ ഫ്ലെക്സിബിൾ ബജറ്റ് വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ? 8,000 യൂണിറ്റിൻ്റെ വരയ്ക്കണം. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ 10,000 യൂണിറ്റിൽ എടുത്ത് എഴുതാം. ആദ്യം മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്താൽ മെറ്റീരിയൽ എത്രയാ? ഒരു യൂണിറ്റിൻ്റെ വില എത്രയാ? 70. ലേബർ 25, എക്സ്പെൻസ് 5 രൂപ അല്ലെ? 5 രൂപയല്ലേ ഡയറക്റ്റ് എക്സ്പെൻസ് വരണേ? കണ്ടോ? അപ്പൊ 70 രൂപ.
25 രൂപ, വേരിയബിൾ 5 രൂപ. എക്സ്പെൻസ് 5 രൂപ. എന്നിട്ട് അതിനെ 10,000 യൂണിറ്റിനല്ലേ തന്നേക്കണേ. അപ്പോൾ 10,000 യൂണിറ്റ് വെച്ച് ഇൻറ്റു ചെയ്യുക. ഇതൊക്കെ വേരിയബിൾ നടത്തും കേട്ടോ. അപ്പോൾ 70 ഇൻറ്റു 10,000 7 ലക്ഷം, 25 ഇൻറ്റു 10,000 2,50,000, 5 ഇൻറ്റു 10,000 50,000. ക്ലിയർ അല്ലേ? ക്ലിയർ. അത് കൂട്ടുമ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് cost. നിങ്ങൾക്ക് എഴുതാട്ടോ. അവിടെ പ്രൈം കോസ്റ്റ് എഴുതാം. 70 + 25 95 5 100 എമൗണ്ട് കൂട്ടുമ്പോൾ 10 ലക്ഷം രൂപ. അടുത്ത ഫാക്ടറി ഓവർ ഹെഡ് എഴുതാം. ഫാക്ടറി ഓവർ ഹെഡ് നോക്കി. ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റ്യനില്ലേ? ഉണ്ട്. ഈ ഫാക്ടറി ഓവർ ഹെഡിലും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിലും സെല്ലിങ്ങിലൊക്കെ ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. കാരണം ചിലപ്പോൾ അതിൽ വേരിയബിൾ ഉണ്ടാവാം, ഫിക്സഡ് ഉണ്ടാവാം. ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിൽ 20 രൂപ എന്താ? വേരിയബിളാണ്. ബാക്കി 10 രൂപ ഫിക്സഡാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ട് വേരിയബിൾ എത്ര? വേരിയബിൾ ഒരു യൂണിറ്റിന് എത്രയാ? 20. ഫിക്സഡോ? 10 രൂപ. അപ്പോൾ 20 ഇൻറ്റു 10,000 2 ലക്ഷം. ഇവിടെ ഫിക്സഡ് തൊട്ട് താഴെ തന്നിട്ടുണ്ട്. ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞ കണ്ടോ? 10. അത് ഫാക്ടറിയുടെ ആണ് കേട്ടോ. അതെ അതെ, അതുകൊണ്ടാണ് അത് ഫാക്ടറിയുടെ കൂടെ തന്നെ എഴുതിക്കുന്നത് 10. അപ്പോൾ ഫാക്ടറിയിൽ വേരിയബിൾ 20 രൂപ, ഫിക്സഡ് 10 രൂപ. അപ്പോൾ 20 ഇൻറ്റു 10,000 2 ലക്ഷം, 10 ഇൻറ്റു 10,000 1 ലക്ഷം. അപ്പോൾ അത് കൂട്ടുമ്പോൾ എന്താ കിട്ടുക? പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടുമ്പോൾ എന്താ കിട്ടുക? ഫാക്ടറി കോസ്റ്റ് എന്നോ അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ 100 + 20 120, 120 10 130. അതുപോലെ 10 ലക്ഷത്തിൻ്റെ കൂടെ 2 ലക്ഷം 1 ലക്ഷം കൂട്ടുമ്പോൾ 13 ലക്ഷം. അപ്പോൾ എല്ലാവർക്കും ഫാക്ടറി കോസ്റ്റ് സെറ്റ് അല്ലേ? നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞു. അടുത്ത ഓവർ ഹെഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൽ അങ്ങനെ ഫിക്സഡോ വേരിയബിൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ല. ആകെ ഒരു 5 രൂപ തന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു 50,000 തന്നേക്കാം. അങ്ങനെ 50,000 ബ്രാക്കറ്റിൽ ഒരു എമൗണ്ട് തന്നാൽ അതിനർത്ഥം അത് ഫിക്സഡ് എന്നാണ് അർത്ഥം കേട്ടോ. വേരിയബിൾ അവിടെ ഇല്ലെന്നാണ് അർത്ഥം. അപ്പോൾ എത്രയാ യൂണിറ്റ്? എത്രയാ പെർ യൂണിറ്റ്? എത്രയാ? 5 രൂപ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിലൂടെ 5 കൊടുക്കുക. അവിടെ വേണമെങ്കിൽ ഫിക്സഡ് എന്ന് എഴുതിക്കോളൂ കേട്ടോ നിങ്ങൾ. വേരിയബിൾ ഇല്ലല്ലോ അവിടെ കേട്ടോ. അപ്പോൾ 5 ഇൻറ്റു 10,000 ഫിക്സഡ് ആണ്. അപ്പോൾ 5 രൂപ എഴുതി പെർ യൂണിറ്റിലെ എമൗണ്ടിൽ 5 ഇൻറ്റു 10,000 50,000 സെറ്റിൽ ടോട്ടൽ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. പക്ഷേ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് എഴുതണം. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ് ടോട്ടൽ? 15. ആ 15ൽ 20% എന്താ മക്കളെ? അപ്പോൾ 15 ഇൻറ്റു 20/100 എത്രയാ? 1.5 3 ആയിരിക്കും. ആണോ? 15 ഇൻറ്റു 20% എത്രയാ? 15 രൂപ ഇൻറ്റു 20/100 എത്രയാ? 1.5 3 ആയിരിക്കും. യെസ്. അപ്പോൾ 15 രൂപയിൽ 100. അപ്പൊ ഈ 15 രൂപയിൽ 3 രൂപ എന്താ? ഫിക്സഡാ. ബാക്കി 15ൽ എത്രയുണ്ട്? 3 കഴിഞ്ഞാ 12. അത് വേരിയബിൾ ആയിരിക്കും. അല്ലെങ്കിൽ 15ൽ 80% എടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്താലും കറക്റ്റ് ആണേ. 15 രൂപയിൽ 20% എന്ന് പറഞ്ഞാൽ 3 രൂപ. 3 രൂപ ഫിക്സഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള 12 വേരിയബിൾ ആണ്. അങ്ങനെ എടുത്താലും മതി. ക്ലിയർ ആയില്ലേ? 12 കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 10,000 30,000, 12 ഇൻറ്റു 10,000 1,20,000. അപ്പോൾ അത് കഴിഞ്ഞു. സെല്ലിംഗ് എക്സ്പെൻസ് കഴിഞ്ഞേ. അടുത്തേതാ? സെല്ലിംഗ് കഴിഞ്ഞ അടുത്തേതാ? ഡിസ്ട്രിബ്യൂഷൻ മൊത്തം 10 രൂപയാണ്. അതിൽ 10% ഫിക്സഡ് ആണ്. 10 രൂപയുടെ അതന്നെ. ബാക്കി 20 അല്ല 90. ബെസ്റ്റ്. അപ്പൊ 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ? അപ്പൊ 10 രൂപയിൽ 1 രൂപ ഫിക്സഡ്. ബാക്കി എത്ര രൂപയുണ്ട്? 9 രൂപ. അതാണ് വേരിയബിൾ. അപ്പോൾ 1 ഇൻറ്റു 10,000 10,000, 9 ഇൻറ്റു 10,000 90,000. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. എല്ലാവർക്കും അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇതിപ്പോൾ വെറും നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എടുത്ത് എഴുതിയേ ഉള്ളൂ. നമുക്കിനി ഈ കോസ്റ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 8,000 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പറയ് എത്ര ടോട്ടൽ കോസ്റ്റ് വരും എന്നല്ലേ ചോദിച്ചേക്കണേ?
അല്ലേ? ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക മക്കളെ, ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഈ വേരിയബിൾ എന്ന് പറയുന്ന സാധനമില്ലേ, വേരിയബിൾ എന്താണ്? വേരിയബിൾ വേരിയബിളിൻ്റെ ഈ പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പം മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് എത്ര? 70 രൂപയല്ലായിരുന്നേ? ആ അത് തന്നെയായിരിക്കും ഇപ്പുറത്തും 70. വേരിയബിൾ മാറൂല. വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. എഴുതി വെച്ചെവിടെയെങ്കിലും വേരിയബിളിൻ്റെ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് വില സെയിം ആയിരിക്കും. അപ്പോൾ 70 കിട്ടിയ 8000 യൂണിറ്റിനെ കാണാൻ 70 × 8000 ചെയ്താൽ പോരെ? അപ്പം 5,60,000 അല്ലേ? ഈ മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ വേരിയബിൾ ആണ്. ആദ്യത്തെ 3 വേരിയബിൾ ആണ് കേട്ടോ, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 70 തന്നെയായിരിക്കും ഇപ്പുറത്തും വരിക. അപ്പോൾ ലേബറോ 25 അല്ലേ, അത് തന്നെയായിരിക്കും എന്ത് വരിക? 25 × 8000 2 ലക്ഷം. അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് 5 രൂപയല്ലേ, അത് തന്നെയായിരിക്കും ഇപ്പുറത്ത് വരിക? 40,000 ടോട്ടൽ ചെയ്യുക. അപ്പോൾ 100 കിട്ടി, 8 ലക്ഷം. സെറ്റ് അല്ലേ? ഇനി ഫിക്സഡ് ഓവർഹെഡ്. ഫിക്സഡ് ഓവർഹെഡിൽ വേരിയബിൾ എത്രയാ? 20 രൂപ. അത് തന്നെയായിരിക്കും ഇപ്പുറത്ത്. വേരിയബിൾ സെയിം അല്ലേ പെർ യൂണിറ്റ്? 20 × 8000 1,60,000. ഫിക്സഡിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും, പെർ യൂണിറ്റ് അല്ല സെയിം എമൗണ്ട്. അപ്പോൾ ഫിക്സഡിൻ്റെ എമൗണ്ട് ഇവിടെ എത്രയാണ്? 10,000 യൂണിറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? 1 lakh എടുത്ത് നേരെ ഇപ്പുറത്ത് കൊണ്ടിടുക. അപ്പോൾ പെർ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 1,00,000നെ 8,000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1,00,000/8,000 12 സെറ്റായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഫിക്സഡിന്റെ ആ എമൗണ്ട് എല്ലാത്തിലും സെയിം ആയിരിക്കും. ടോട്ടൽ എന്ന് പറയുന്ന പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. യെസ്. അപ്പോൾ ഫിക്സഡിന്റെ 1,00,000 ഇല്ലേ, അതെടുത്ത് അപ്പുറത്തേക്ക് ഇടുക. ആ 1,00,000നെ 8,000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 രൂപ 50 കിട്ടി. ടോട്ടൽ ചെയ്യുക. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ എഴുതി വയ്ക്കാൻ പറഞ്ഞിരുന്നു. അത് ഫിക്സഡ് ആണ്. ഫിക്സഡിന്റെ എന്ത് സെയിം ആയിരിക്കും? അപ്പോൾ ഇവിടെ 50,000 അല്ലേ, അപ്പോൾ അപ്പുറത്തും 50,000 വരും. അപ്പോൾ പെർ യൂണിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 6 രൂപ 25 പൈസ. അത് ടോട്ടൽ ചെയ്തു. ഇനി സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതിൽ ഫിക്സഡ് എത്രയാ? ഫിക്സഡ് പെർ യൂണിറ്റ് കാണാൻ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഫിക്സഡ് 30,000 അല്ലേ, അപ്പോൾ 30,000 ടോട്ടൽ ഇട്ടിട്ട് 30,000/8,000 3 രൂപ 75 പൈസ. വേരിയബിളിൽ എന്ത് സെയിം ആയിരിക്കും? അപ്പോൾ 12 രൂപയല്ലേ, അപ്പോൾ അപ്പുറത്തും 12 × 8,000. പെർ യൂണിറ്റ് കിട്ടിയ എമൗണ്ട് കാണാൻ ഇൻറ്റു ചെയ്യുക. എമൗണ്ട് ടോട്ടൽ തന്നിട്ട് പെർ യൂണിറ്റ് കാണാൻ ഡിവൈഡ് ചെയ്യുക. സെറ്റല്ലേ? അത്രയേ ഉള്ളൂ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇതിന് എന്തിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ? കോസ്റ്റ് ഷീറ്റ് അറിയാമെങ്കിൽ സുഖമായിട്ട് ചെയ്യാത്. വേറെ ഒന്നുമില്ല, എന്താ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. പെർ യൂണിറ്റ്, വേരിയബിളിന്റെ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, ഫിക്സഡിന്റെ ടോട്ടൽ സെയിം ആയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ BBA കാരുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.